പക്ഷെ എന്താണെന്നറിയില്ല, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ കൊണ്ടായിരിക്കാം, സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാലും അവള് കള്ളിയാണ്. പക്ഷെ അപ്പ ചെയ്തവന്മാര് വന്നു പറയില്ല. ഇല്ല, അവര് ഡീസന്റ് ആയിരിക്കും, എവിടെയും മൂലക്കവരിക്കും. ഓവർ ഡീസൻസി കാണിക്കുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല. പബ്ലിക്കായിട്ട് മാന്യത കാണിക്കുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് സുരേഷ് ഗോപി സാറിനെ ഇഷ്ടമുള്ളതും ഇപ്പൊ ഭാഷയാണെങ്കിലും ശരി, ഇവരെയൊക്കെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായിട്ട് എൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഷൈൻ ഉൾപ്പെടെയുള്ളവര് എനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്നറിയോ, അവരൊക്കെ പബ്ലിക്കലി മാന്യത നട്ടിക്കണില്ല. മുഖംമൂടിയല്ല, അവരെന്താണ് അവർ യൂസ് ചെയ്യുന്നതിലൊക്കെ അവരങ്ങനെ തന്നെയാണ് പറയുന്നുണ്ട്. മാന്യത അടിച്ചിട്ട് എന്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അല്ലെ മറ്റുള്ളവർ ഉപദേശിക്കുന്നു, ഒന്നുമില്ല. അവരവരുടെ ജീവിതം നിൽക്കുന്നു, അവരവരുടെ സ്റ്റൈൽ കാണിക്കുന്നു. എനിക്കതുകൊണ്ട് തന്നെ എനിക്ക് തോന്നും എന്നെപ്പോലെ കുറെ പേരുണ്ട്, ഞങ്ങൾക്കൊക്കെ പ്രാന്താന്ന് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ലഹരിയാണ്, ഇപ്പൊ എന്നെ കണ്ടെങ്കിൽ ലഹരിയാന്ന് പറയും. അതേസമയം ഞാൻ ഈ വേഷത്തിലൊക്കെ നടന്നിട്ടും ഞാനൊരിടത്തും സിഗരറ്റ്, പക്ഷെ എൻ്റെ അടുത്തൊന്നും ലൈറ്റ് റോയിക്കുന്ന ആൾക്കാരുണ്ട്. ലൈറ്റ് ഉണ്ടോ, ഞാൻ എന്നെ കണ്ടത് തോന്നുന്നുണ്ട്. കളറൊക്കെ ചെയ്തപ്പോ തൊട്ടപ്പുറത്ത് ചുരിദാറിട്ട് വലിക്കാൻ ഞാൻ പറഞ്ഞത് ആ ചുരിദാറിട്ടം ചോദിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. അതിൻ്റെ അടുത്ത് പോയി ചോദിക്കി, എൻ്റെ വേഷം മാത്രമുള്ളൂ ഇങ്ങനെ, വലിക്കൊന്നുമില്ല. പുക സ്മോക്ക് ഏരിയ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ശ്വാസം മുട്ടിച്ചാവും. കാരണം എനിക്ക് പറ്റൂല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാം ട്രാവൽ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരും ഞാൻ ഡ്രൈവ് ചെയ്യും, അതേപോലെ തന്നെ ഞാൻ കുടിക്കില്ല. അപ്പൊ ഇവർക്ക് വണ്ടിയിൽ നിന്ന് ഇപ്പൊ കുടിച്ച് ഫിറ്റായിട്ടുള്ള ആൾക്കാരുടെ വണ്ടിക്കകത്ത് ഇറങ്ങുള്ളൂ. അത് മാത്രമല്ല, ഞാൻ ഉറങ്ങൂല. ഉറക്കം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞോളൂ, ഞങ്ങളെ പോലുള്ള പെൺകുട്ടികൾക്ക് ഉറങ്ങാനുള്ള ഒരു ദിവസം ഇന്നതാ. അതിനുള്ള മരുന്ന് ആദ്യം കണ്ടുപിടിക്കും. ഈ സ്ലീപ്പിംഗ് പിൽസും ഇതൊന്നും അല്ലാണ്ട് ഒരു സ്വപ്നവും ദുസ്വപ്നവും ഞെട്ടലില്ലാണ്ട് ഉറങ്ങാനുള്ള ഒരു ദിവസം ഏതെങ്കിലും ഡോക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ആദ്യം ചെക്ക് ചെയ്യും. എന്നിട്ടല്ലേ 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്ത പെൺകുട്ടികൾക്ക് ദാനം കൊടുക്കുക. പിന്നെ മരിച്ചുപോയ പെൺകുട്ടികൾക്ക് എന്തിനാണ് 5 ലക്ഷം? അടുത്ത നിയമമല്ലേ വേണ്ടേ? ഇനി പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാവരുത്. ഈ പറഞ്ഞ ശരീരം വസ്ത്രമാണ് പ്രശ്നം എന്നല്ലെങ്കിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ് തോന്നുന്നത്? ഇതൊരു മാനസിക രോഗമാണ്.